ഹായ്, ഞാൻ റോബർട്ട് കിയോസാക്കി. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആസ്തികളെപ്പറ്റിയും ബാധ്യതകളെപ്പറ്റിയുമാണ്. ബാധ്യതകൾ സമ്പത്തിന്റെ പ്രതീകങ്ങളായി തോന്നാമെങ്കിലും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അവ പണമെടുക്കുന്നു. ആസ്തികൾ ഇതിന് വിപരീതമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും അവ നിങ്ങളുടെ പോക്കറ്റിൽ പണമിടുന്നു. വാടകയ്ക്ക് നൽകാനായി എൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി വാങ്ങിയ ഒരു ദിവസം ഞാൻ വ്യക്തമായി ഓർക്കുന്നു. അതൊരു ചെറിയ പ്രോപ്പർട്ടി ആയിരുന്നു. ആഡംബരമൊന്നുമില്ല. പക്ഷേ ഒരു വീട്ടിൽ പോലും അനക്കാതെ അതെനിക്കൊരു പ്രതിമാസ വരുമാനം തരാൻ തുടങ്ങി. കരാറിൽ ഒപ്പിട്ട ശേഷം ആദ്യമായി എൻ്റെ ബില്ലുകൾ അടയ്ക്കപ്പെട്ടത് എൻ്റെ നേരിട്ടുള്ള പ്രയത്നത്തിലല്ല, ആ ആസ്തിയുടെ നിരന്തരമായ ഒഴുക്കിലാണ്. യാന്ത്രികമായി പണം വരുന്നത് കാണുന്ന ആ അനുഭവം ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു. ഞാൻ ഒരു മറിഞ്ഞിരിക്കുന്ന രഹസ്യം കണ്ടെത്തിയതുപോലെ തോന്നി. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്നൊരു താക്കോലാണിത്. കാരണം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ പുരോഗതി ഉണ്ടാവൂ എന്ന് അവർ വിശ്വസിച്ചിരിക്കുകയാണ്. സത്യം, സ്വാതന്ത്ര്യം വരുന്നത് ആസ്തികളിൽ നിന്നാണ്, കൂടുതൽ ജോലി സമയങ്ങളിൽ നിന്നല്ല. അതേസമയം ബാധ്യതകൾ എല്ലായിടത്തുമുണ്ട്. ഉദാഹരണത്തിന്, ഒരു പുതിയ കാർ ഒരു സമ്മാനമായി തോന്നാം, പക്ഷേ അതൊരു മറിഞ്ഞിരിക്കുന്ന കടമാണ്. ഡീലർഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം അതിൻ്റെ മൂല്യം കുറയാൻ തുടങ്ങുന്നു. കൂടാതെ അതിന് ഇന്ധനം, അറ്റകുറ്റപ്പണികൾ, നികുതി, ഇൻഷുറൻസ് എന്നിവയെല്ലാം ആവശ്യമാണ്. നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. പലരും അതിനെ ഒരു ആസ്തിയായി കണക്കാക്കുന്നു. എന്നാൽ അത് വരുമാനമുണ്ടാക്കുന്നില്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്കും നികുതികൾക്കും വായ്പാ പലിശയ്ക്കും പണം ചെലവഴിക്കുക മാത്രമാണ് ചെയ്യുന്നുവെങ്കിൽ അതും ഒരു ബാധ്യതയാണ്. അതേസമയം നിങ്ങൾ മൂന്നാം കക്ഷിക്ക് വാടകയ്ക്ക് നൽകുന്ന ഒരു വീട് ഒരു ആസ്തിയാണ്. കാരണം അതെല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ പണമിടുന്നു. ഒരു ആസ്തിയെ ബാധ്യതയിൽ നിന്ന് വേർതിരിക്കുന്ന രേഖ ലളിതമാണ്. പണം വരുന്നുണ്ടോ അതോ പോവുകയാണോ? വരുന്നുണ്ടെങ്കിൽ അത് ആസ്തിയാണ്, പോകുന്നുണ്ടെങ്കിൽ അത് ബാധ്യതയാണ്. ഇതുകൊണ്ടാണ് പലരും പതിറ്റാണ്ടുകളോളം ജോലി ചെയ്തിട്ടും ഒരിക്കലും സ്വാതന്ത്ര്യം നേടാത്തത്. കാരണം ആസ്തികൾ ശേഖരിക്കുന്നതിന് പകരം അവർ ബാധ്യതകളാണ് ശേഖരിക്കുന്നത്. അവർ തുടർച്ചയായി മൊബൈൽ ഫോണുകൾ, കാറുകൾ, വസ്ത്രങ്ങൾ എന്നിവ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ മെച്ചപ്പെടുകയാണെന്നും വിശ്വസിച്ചുകൊണ്ട്. പക്ഷേ വാസ്തവത്തിൽ അവർ ഒരു വരുമാനവും നൽകാത്ത ഒരു ഉപഭോഗ ചക്രത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. പുരോഗതിയുടെ അനുഭവം മിഥ്യയാണ്. കാരണം മാസാന്ത്യത്തിൽ പണം അതുപോലെ തന്നെ അപ്രത്യക്ഷമാകുന്നു. അതേസമയം തങ്ങളുടെ വരുമാനം ആസ്തികളിലേക്ക് നിക്ഷേപിക്കുന്നവർ റിയൽ എസ്റ്റേറ്റ്, ഓഹരികൾ, ബിസിനസ്സുകൾ, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ, പവർക്കവകാശം പടിപടിയായി തങ്ങളുടെ സ്വാതന്ത്ര്യം കെട്ടിപ്പടുക്കുകയാണ്. ഇത് ലോകത്തെവിടെയും കാണാൻ കഴിയുന്ന ഒരു മാതൃകയാണ്. ഡോക്ടർമാർ, അഭിഭാഷകർ, എഞ്ചിനീയർ എല്ലാവരും വർഷങ്ങളുടെ പഠനവും ഉയർന്ന ശമ്പളവും ഉണ്ടായിട്ടും തുടർച്ചയായി കടക്കെണിയിലാണ്. കാരണം അവർ പണം ബാധ്യതകളാണ് നിക്ഷേപിക്കുന്നത്. മറുവശത്ത് ഒരുപക്ഷെ കുറഞ്ഞ വിഭവങ്ങളിൽ നിന്ന് തുടങ്ങിയ സംരംഭകരും നിക്ഷേപകരും ഓരോ വരുമാനത്തെയും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റാൻ കഴിവുള്ളവരായിരുന്നു. കളി ആരാണ് കൂടുതൽ സമ്പാദിക്കുന്നത് എന്നതിനെക്കുറിച്ചല്ല, ആരാണ് തങ്ങളുടെ വരുമാനത്തെ ആസ്തികളാക്കി മാറ്റുന്നു എന്നതിനെക്കുറിച്ചാണ്. ചുവടിൻ്റെ വലിപ്പമല്ല, ചുവടിൻ്റെ ദിശയാണ് പ്രധാനം. ഇത് ഞാൻ നേരത്തെ പഠിച്ചു. ഒരു ചെറിയ നിക്ഷേപം തുടക്കത്തിൽ നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷേ കാലക്രമേണ അതൊരു സ്നോബോൾ പ്രഭാവം ഉണ്ടാക്കുന്നു. ഞാൻ വാടകയ്ക്ക് കൊടുത്ത ആ പ്രോപ്പർട്ടി വലുതായിരുന്നില്ല, പക്ഷേ അത് സാധ്യമാണെന്ന് തെളിയിച്ചു. അതിനുശേഷം ഞാൻ നേടിയ ഓരോ ആസ്തിയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അത് പുതിയ നിക്ഷേപങ്ങൾക്കായി കൂടുതൽ സമയവും വിഭവങ്ങളും സ്വതന്ത്രമാക്കി. ഓരോ ശരിയായ തിരഞ്ഞെടുപ്പിലും വേഗത കൂടുന്ന ഒരു പുരോഗതിയാണിത്. ശാസ്ത്രവും ഇത് സ്ഥിരീകരിക്കുന്നു. പ്രായോഗിക സാമ്പത്തിക ശാസ്ത്രത്തിലെ പഠനങ്ങൾ കാണിക്കുന്നത് ആളുകൾ വരുമാന വർധനവിന് ആനുപാതികമായി ചെലവ് വർദ്ധിപ്പിക്കാൻ പ്രവണത കാണിക്കുന്നു എന്നാണ്. ഇതിനെ ജീവിതശൈലി പണപ്പെരുപ്പം എന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് ഉയർന്ന ശമ്പളമുള്ള പലരും മാസം തോറും ജീവിച്ചു പോകുന്നു. ഈ രീതിയെ തകർത്ത് വരുമാനത്തിന്റെ ഒരു ഭാഗം ആസ്തികളിലേക്ക് നിക്ഷേപിക്കാൻ കഴിവുള്ളവർ മാത്രമാണ് യഥാർത്ഥ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈ വാങ്ങൽ, അതായത് എന്തെങ്കിലും വാങ്ങുമ്പോൾ എൻ്റെ പോക്കറ്റിൽ പണം ഇടുകയാണോ അതോ എടുക്കുകയാണോ? ഈ ചിന്ത പണവുമായുള്ള ബന്ധത്തെ പൂർണ്ണമായും മാറ്റും. നിങ്ങൾ ലോകത്തെ മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങുന്നത് പോലെ തോന്നും. നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് അടുപ്പിക്കുന്നതും നിങ്ങളെ ബന്ധിച്ചു നിർത്തുന്നതും വ്യക്തമായ വേർതിരിച്ചുകൊണ്ടാണ്. ഇതാണ് ധനികർ മനസ്സിലാക്കിയതും ഭൂരിഭാഗം ആളുകളും അവഗണിക്കുന്നതുമായ താക്കോൽ. കാരണം സമ്പത്ത് കൂടുതൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചല്ല, നിങ്ങളുടെ ആസ്തികൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ സ്വാതന്ത്ര്യം ഒരു വിദൂര സ്വപ്നമല്ലാതായിരിക്കുകയും സമയത്തിൻ്റെ മാത്രം കാര്യമായി മാറുകയും ചെയ്യും. സ്കൂളിൽ നമ്മളെ സൂത്രവാക്യങ്ങൾ ഓർമ്മിക്കാനും ചരിത്രപരമായ തീയതികൾ ആവർത്തിക്കാനും സങ്കീർണമായ സമവാക്യങ്ങൾ പരിഹരിക്കാനും പഠിപ്പിക്കുന്നു. പക്ഷേ പണം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മളെ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. എങ്ങനെ നിക്ഷേപിക്കണം, എങ്ങനെ പാസീവ് ഇൻകം, നിഷ്ക്രിയ വരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സാമ്പത്തിക അവസരങ്ങൾ എങ്ങനെ തിരിച്ചറിയണം എന്നും പഠിപ്പിക്കുന്നതില്ല.
അങ്ങനെ ഒരു വിഷയം തന്നെയില്ല. അതൊരു യാദൃശ്ചികതയല്ല. വിദ്യാഭ്യാസ സമ്പ്രദായം നിയമങ്ങൾ പാലിക്കുന്ന